ഒരു ഇടിയാപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇടിയാപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് എന്നൊക്കെ പറയും. ഞാൻ നമ്മുടെ ഇഡ്ഡലിത്തട്ടിലാണ് നൂൽപുട്ട് ഉണ്ടാക്കാറുള്ളത് എൻ്റേതായിട്ടുള്ള രീതിയിൽ. പക്ഷേ അത് നല്ല ടേസ്റ്റും സോഫ്റ്റുമാണ്. അപ്പോൾ ഇടിയാപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, നല്ല തിളപ്പിച്ച വെള്ളം, ഇതാണ് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂറും കൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഡിന്നറിനുള്ള നൂൽപുട്ട് റെഡിയാക്കാൻ പറ്റും. ഈ ഇടിയപ്പത്തിൻ്റെ പൊടിയിൽ നമ്മളിത്തിരി പാകത്തിന് ഉപ്പിടുന്നു. എല്ലാവരുടെയും ഉപ്പിൻ്റെത് ടേസ്റ്റ് നോക്കിയിട്ടിടാം കേട്ടോ. പാകത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞ് നല്ല തിളച്ച വെള്ളമാണ്. അതിന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് വാരി ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ എനിക്കെല്ലാം കൈയളവാണ്, അതുകൊണ്ടാണ് അളവ് എടുക്കാത്തത്. പക്ഷെ എന്നാലും നോക്കിക്കോളൂ, എല്ലാവർക്കും പാകത്തിന് പറ്റണമാതിരി ഒഴിച്ചാൽ മതി. നമ്മളിങ്ങനെ ഇളക്കി നോക്കുക. അപ്പോൾ അതിൽ കട്ടയായിട്ട് വരും, കുഴപ്പമില്ല. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. തിളപ്പിച്ച വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിച്ച് പാകത്തിന് കുറച്ചായി ഒഴിച്ചെടുത്താൽ മതി. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നൂൽപുട്ടിൻ്റെ പൊടി തന്നെ കേട്ടോ, അരിപ്പൊടി. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഒരു വർഷമൊക്കെ കേടുവരാതെ ഇരിക്കും. 4 കിലോ പച്ചരി, 1 കിലോ പുഴുക്കലരി, അല്ലെങ്കിൽ പുഴുങ്ങലരി എന്താ പറയുക, അത് വെച്ചാൽ ഇതാണ് കണക്ക്. നല്ല വെയിൽ കാലം വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴുകി നല്ല വെയിലത്ത് ഒരു 2 ദിവസം ഇട്ടിട്ട് നമ്മുടെ പൊടിക്കണ ഇവിടെ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ വറക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. 1 വർഷം അല്ല 2 വർഷം വരയ്ക്കൊക്കെ ഈ പൊടി കേടുവരാതിരിക്കും. എല്ലാവരും വിചാരിക്കും നമ്മൾ വീട്ടിൽ പൊടി പൊടിച്ചാൽ അത് അധിക ദിവസം നിൽക്കുകയോ ഇല്ലയെന്ന്. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത് അവരവരുടെ വീട്ടിൽ പൊടിച്ച് 1 വർഷത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കാം. ഈ പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന നൂൽപുട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് എനിക്ക് നൂൽപുട്ടാവും. എപ്പോഴും ഞാൻ അതാ ചെയ്യാറ്. ഇപ്പോൾ വെള്ളം പോരാ, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ വെള്ളത്തിൻ്റെയും കണക്കൊക്കെ പാകമായി വരും അതിൽ. അത് കഴിഞ്ഞ് കുറച്ച് ഈ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ പദം വന്നാൽ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. അതിന് ശേഷം നന്നായി കൈകൊണ്ട് ഒന്ന് കുഴച്ചിട്ട് പദം വെക്കണം. പദം വെച്ചാൽ ഒരു 10 മിനിറ്റ് റെഡിയാകും. ആകെ എനിക്കൊരു 20 മിനിറ്റൊക്കെ മതി നിറയെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാക്സിമം. ഈ പാദം വന്നാൽ മതി. അപ്പോൾ എല്ലാം അങ്ങനെ ഒന്ന് ഉരുണ്ട് വരും എല്ലാം കൂടിയിട്ട്. ഇത് കൈ ചൂടുള്ള കാരണം മരത്തിൻ്റെ തവി എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. നമുക്ക് കൈ പൊള്ളുകയും ഇല്ലെങ്കിൽ ഉപ്പ് നോക്കിക്കോളൂ. ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ അടച്ച് വെക്കണതിന് മുമ്പ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത് മതിയാവും അധികവും. അപ്പോൾ എല്ലാവരും വെയിൽ കാലം വരുമ്പോൾ ഒന്ന് പൊടിച്ച് വെച്ചാൽ ഈ കടയിൽ നിന്ന് വാങ്ങണതിനെക്കാട്ടിൽ അവരെന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. ഒരു പ്രാവശ്യം നമ്മളൊന്ന് കുറച്ച് ബുദ്ധിമുട്ടണമെന്നേ ഉള്ളൂ. അത് അളവിതാണ്. 4 കിലോ പച്ചരിക്ക് 1 കിലോ പുഴുക്കലരി നന്നായി കഴുകിയിട്ട് ആ ഉണക്കം, വെയിൽ കാലത്ത് ഉണക്കം കിട്ടണം. 2 ദിവസം അങ്ങോട്ട് ഉണങ്ങിയാൽ നേരെ മില്ലിൽ കൊണ്ടുപോകുക, പൊടിക്കുക. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം നമ്മളതൊന്ന് സെറ്റാവാൻ അടച്ച് വെച്ചു. കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, ആ മയപ്പെട്ടത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചിടുക. വലിയ ചൂടില്ല, ആ ചൂടൊന്ന് തണുത്ത് കഴിഞ്ഞു എന്നാലും നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് നന്നായി കുഴച്ച് എടുത്താൽ അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞാൽ കുറച്ചായി എടുത്ത് നമുക്കിങ്ങനെ ഉരുണ്ട് വരും. നമുക്ക് ഇതിനെ ഇടിയപ്പത്തട്ടിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ കൂട്ട് ഇതിൽ നിറച്ചിട്ടുണ്ട്. നമുക്കിതാ ഞാൻ ഇഡ്ഡലി തട്ടിൽ ഇതുമാതിരി നാളികേരാക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാൻ പോണത് കേട്ടോ, അല്ല പിഴിയാൻ പോണത്. നോക്ക് എത്ര പെട്ടെന്നായിട്ട് വരും, ഒരു സോഫ്റ്റായിട്ട്.
ഒരു തട്ടിൽ പാർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുത്ത തട്ടിൽ അടുപ്പത്തെ ഇഡ്ലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചൂടായിക്കൊണ്ടിരിക്കണം. ഏതാ കണ്ടോ എത്ര സോഫ്റ്റാന്ന് നമുക്ക്. സിമ്പിളായിട്ട് 2 വിരലുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അത്ര സോഫ്റ്റായിരിക്കും. നല്ല ഇടിയപ്പം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മാവാകുമ്പോൾ അതിന് എത്ര വെള്ളം ഒഴിക്കണം, അതിങ്ങനെ ഹാർഡായിരിക്കും. നമ്മുടെ ഇത്ര മയപ്പെട്ട് വരില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയാണ് ഇടിയപ്പത്തിന് യൂസ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ചെമ്പിലെടുത്ത് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇടിയപ്പം റെഡിയാവും. അങ്ങനെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം. ഇതാ കണ്ടോ സൂപ്പറായിട്ട്. ഇങ്ങനെ നമ്മൾ ഇഡ്ലിച്ചെമ്പിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും. നാളികേരം ഇടിയപ്പത്തിൻ്റെ നൂൽപുട്ടിൻ്റെ താഴെ കാരണം അത് തിരിച്ചിട്ടാലേ കാണുള്ളൂ. ഇടിയപ്പം എന്നും പറയും, നൂൽപുട്ട് എന്നും പറയും. ചില നാട്ടിൽ അങ്ങനെ പറയാം. ഇടിയപ്പം പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത് ഈ തട്ടിൽ ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ടാണ് ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞത്. ഓരോ നാട്ടിലത്തേണ്. ഞാനിങ്ങനെയാണ് എടുക്കാറ്. അങ്ങനെ നമ്മുടെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട്. എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കൂ. മാക്സിമം വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ് ഏറ്റവും നല്ലത് ഹെൽത്തിന്. വാങ്ങുന്ന പൊടിയിൽ ഇത്ര സോഫ്റ്റ്നെസ്സും ഇതായി കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണം, കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ. പക്ഷെ ഇയർലി വൺസ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് 1 വർഷം വരെ ഈ പൊടി കേടുവരാതിരിക്കും. പുറത്തന്നെ വെക്കാം, ഒരു വിറക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട. താങ്ക് യു. ഞാനിതിലൊരു കാര്യം പറയാൻ മറന്നുപോയി. വേറൊന്നുമല്ല, നമ്മുടെ ഇതേ നൂൽപുട്ട് തന്നെയാണ് നമ്മൾ ഇഡ്ലി തട്ടിൽ എണ്ണ തടവിയിട്ട് ഇതുമാതിരി നൂൽപുട്ട് വീടമാതിരി ചെയ്യാം. നാളികേരം ഉണ്ടാവും. അത് നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സേവ ഉണ്ടാക്കാം. അതൊന്ന് കൈകൊണ്ട് ഉലർത്തി ഒരു ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകോ അല്ലെങ്കിൽ ഉള്ളിയും പച്ചമുളകോ കരിവേപ്പിൻ്റെലൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പുരട്ടിയെടുത്താൽ സേവയായി. അതിൽ ഇഡ്ഡലിയോ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാറില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ആ സേവി അതും ഇതേകൊണ്ട് ഉണ്ടാക്കാട്ടോ. രാവിലത്തെ ഉണ്ടാക്കിയാൽ ബാക്കിയുണ്ടെങ്കിലും ഒന്നും പേടിക്കേണ്ട. അതുകൊണ്ട് നമുക്ക് രാത്രി സേവ ഉണ്ടാക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.